ഹായ് സ്റ്റുഡൻസ്, നോൺ ഇനർഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊറിയോളിസ് ഫോഴ്സിനെ കുറിച്ചിട്ടും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കുറിച്ചിട്ടും പറഞ്ഞു. ഫാളിംഗ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കൊറിയോളിസ് ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ഏതാണ്? ഡിഫ്ലക്ഷൻ ഓഫ് എ ഫാളിംഗ് ഒബ്ജക്റ്റ്. ഓക്കെ, ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ് നമുക്കറിയാമല്ലോ, എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ്റെ അണ്ടറിൽ എർത്തിലേക്ക് ഫാൾ ചെയ്യുന്ന ഒബ്ജക്റ്റാണ് ഫ്രീ ഫാളിംഗ് ഒബ്ജക്റ്റ്. അതിൻ്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി ആണ് അല്ലേ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ താഴത്തേക്ക് വീഴുന്നതായിട്ടാണ് നമ്മളെപ്പോഴും അതിനെ കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷേ എർത്ത് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്, നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മൂവിങ് ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ആ മൂവിങ് ഒബ്ജക്റ്റിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളിസ് ഫോഴ്സും ആക്ട് ചെയ്യും. നമുക്കറിയാം, മൂവിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം നോക്കുന്ന സമയത്ത് അതിനകത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രമല്ല കൊറിയോളിസ് ഫോഴ്സും ആക്ട് ചെയ്യും അല്ലേ. സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ, നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊറിയോളിസ് ഫോഴ്സ് ഒക്കെ കാരണമാണ് ഇതെന്ത് ചെയ്യുന്നു എന്നറിയോ? വെർട്ടിക്കലി താഴത്തേക്ക് ഫാൾ ചെയ്യുന്നതിന് പകരം ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് അല്പം ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിനുണ്ടാകുന്ന ആ ഒരു ഡിഫ്ലക്ഷൻ? ഇപ്പോൾ ഒരു എച്ച് ഹൈറ്റ് താഴത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വീണു അല്ലേ, അങ്ങനെ വീഴുന്ന ഒരു ഒബ്ജക്റ്റിന് എത്ര ഡിഫ്ലക്ഷനാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക, എന്താ നമ്മൾ പറയുന്നത്? പാത്ത് ഓഫ് എ ഫാളിംഗ് ഒബ്ജക്റ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ഇൻ ഈസ്റ്റേൺ ഡയറക്ഷൻ ഹൊറിസോണ്ടലി ബൈ ദ കൊറിയോളിസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് റിലേറ്റീവ് ടു ദ റൊട്ടേറ്റിംഗ് എർത്ത്. ഓക്കെ, താഴത്തേക്ക് വീഴുന്ന ഒരു ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ് അത് ഈസ്റ്റേൺ ഡയറക്ഷനിൽ ഹൊറിസോണ്ടലായിട്ടൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അതിന് കാരണം എന്താണ്? കൊറിയോളിസ് ഫോഴ്സ് അല്ലെ, അതൊരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എർത്ത് റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൊറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഈസ്റ്റേൺ ഡയറക്ഷനിൽ അതൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ അത്തരത്തിലൊരു ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യണം. അതിൻ്റെ മാസ് എം ആണ്. എർത്തിൽ നിന്ന് എച്ച് ഹൈറ്റിൽ നിന്നുകൊണ്ടാണ് അത് വീഴുന്നത്. ഓക്കെ, എർത്തിൻ്റെ റേഡിയസ് RE ആണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എച്ച് ഹൈറ്റ് താഴത്തേക്ക് വീഴുന്ന സമയത്ത് എത്രമാത്രം ഇത് ഡിഫ്ലക്റ്റ് ചെയ്യും, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എത്രമാത്രം ഡിഫ്ലക്ഷൻ അതിനുണ്ടാവും, അതാണ് നമ്മൾ ഈ വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് എത്ര മാത്രം ഡിഫ്ലക്ഷൻ അത് താഴത്തേക്ക് എത്തുമ്പോഴേക്കും കാണിക്കും, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫ്രീ ഫാളിംഗ് ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതിൽ 3 ഫോഴ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യും. ഏതൊക്കെയാണ്? ഒന്ന്, അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ, ഗ്രാവിറ്റേഷണൽ. പ്ലസ് പിന്നെന്താണ്? റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് മൂവിങ് ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് അതിനകത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളിസ് ഫോഴ്സും ആക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അപ്പാരൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, കൊറിയോളിസ് ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂന്നിൻ്റെയും സമ്മായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, ഹിയർ ഫോഴ്സ് ഓൺ ദിസ് ഫ്രീ ഫാളിംഗ് ഒബ്ജക്റ്റ് F is equal to F apparent is equal to F gravitational plus F Coriolis plus F centrifugal. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ഈ വെർട്ടിക്കൽ ആക്സിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ ആർ ക്യാപ്പ് എന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് അപ്പാരൻറ്റ് is equal to എഫ് ഗ്രാവിറ്റേഷൻ എത്ര വരിക? -mg ആർ ക്യാപ്പ് ആയിരിക്കും അല്ലേ. mg ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആർ ക്യാപ്പാണ് ഡൗൺവേർഡ് വെർട്ടിക്കൽ ആക്സിസ്. ആർ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ -mg ആർ ക്യാപ്പ് ഡൗൺവേർഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് വരുന്നത്. പിന്നെ കൊറിയോളിസ് ഫോഴ്സ് നമുക്കറിയാം -2m ഒമേഗ ക്രോസ് വി റൊട്ടേഷണൽ ആണ്, മൈനസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലേ -m ഒമേഗ ക്രോസ് r ആണ്. അപ്പോൾ അതാണ് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ്. എഫ് അപ്പാരൻറ്റ് is equal to -mg ആർ ക്യാപ്പ് -2m ഒമേഗ ക്രോസ് വി റൊട്ടേഷണൽ -m ഒമേഗ ക്രോസ് r. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ വെക്റ്റർ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ആണ്. അത് എലോങ് കെ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിന് അല്ലേ, അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ കെ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറാണ് കാണിക്കുന്നത് എന്ന് കരുതുക. നോക്കുക, ലെറ്റ് ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് എലോങ് എ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ കെ ക്യാപ്പ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി കെ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിന് ലോങ് ആയിട്ടാണെങ്കിൽ വെക്ടർ ഒമേഗയെ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ കെ ക്യാപ്പ് എന്ന് എഴുതാം അല്ലേ. ഒമേഗ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ വെലോസിറ്റിയാണ്, കെ ക്യാപ്പ് അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളതുപോലെ റൊട്ടേഷണൽ വി റൊട്ടേഷണൽ നമുക്ക് കാണണം. വി റൊട്ടേഷണൽ എന്ന് പറയുമ്പോൾ വെലോസിറ്റി വെക്റ്റർ നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നോക്കുന്ന സമയത്ത് അവിടെ r.r ക്യാപ്പ് പ്ലസ് r തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ് ആയിരിക്കും അല്ലേ. ഇത് നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
ചെറിയ ക്ലാസ്സുകളിലൊക്കെ അതിനകത്ത് രണ്ട് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ് എന്ന് പറയുന്ന രണ്ട് യൂണിറ്റ് വെക്ടേഴ്സാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ സ്പെറിക്കലാണെങ്കിൽ ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും കെ ക്യാപ്പും ഉണ്ടാവും. അപ്പോൾ ഏത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആയിക്കോട്ടെ വെലോസിറ്റി വെക്ടർ വരുന്നത് ആർ ഡോട്ട് ആർ ക്യാപ്പ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒമേഗ ക്രോസ് വി റൊട്ടേഷൻ നമുക്ക് കാണണം. അത് എത്ര വരിക നോക്ക്, ഒമേഗ കെ ക്യാപ്പ്, അതാണ് ഒമേഗയുടെ അല്ലേ, ഒമേഗ കെ ക്യാപ്പ് ക്രോസ് ആർ ഡോട്ട് ആർ ക്യാപ്പ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ് എന്ന് വരും അല്ലേ. വി റൊട്ടേഷനിൻ്റെ സ്ഥാനത്ത് ആർ ഡോട്ട് ആർ ക്യാപ്പ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ് എന്ന് കൊടുക്കാം പോളാർ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നോക്ക്, ഇവിടെ ഈ ഒരു ഓർഡർ ഇങ്ങനെയാണ്, ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ് കെ ക്യാപ്പ്. ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആർ ക്യാപ്പ് ക്രോസ് തീറ്റ ക്യാപ്പ് കെ ക്യാപ്പാണ്, തീറ്റ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ആർ ക്യാപ്പാണ്, കെ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പാണ്. തിരിച്ച് ഒക്കെ നെഗറ്റീവാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ക്യാപ്പ് ക്രോസ് തീറ്റ ക്യാപ്പ് മൈനസ് ആർ ക്യാപ്പാണ്, തീറ്റ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പാണ്, ആർ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് മൈനസ് തീറ്റ ക്യാപ്പാണ്. നമ്മൾ ഐ ജെ കെ പറയാറുണ്ടല്ലോ, അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക, ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ നോക്ക്, ഒമേഗ ക്രോസ് വി റൊട്ടേഷനിൽ ഇസ് ഈക്വൽ ടു ആദ്യത്തെ ടേം ഒമേഗ കെ ക്യാപ്പ് ക്രോസ് ആർ ഡോട്ട് ആർ ക്യാപ്പാണ്. അപ്പോൾ ഒമേഗ ഇൻറ്റു ആർ ഡോട്ട് എന്തായി, ഒമേഗ ആർ ഡോട്ടായി. കെ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ്, കെ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഓർഡറിലാണ് അല്ലേ, തീറ്റ ക്യാപ്പാണ് വരിക. അപ്പോൾ എന്ത് വരും, ഒമേഗ ആർ ഡോട്ട് തീറ്റ ക്യാപ്പ് എന്ന് വരും. അടുത്ത് നോക്ക്, ഒമേഗ കെ ക്യാപ്പ് ക്രോസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പാണ്. അപ്പോൾ കെ ക്യാപ്പ് ക്രോസ് തീറ്റ ക്യാപ്പ് നമ്മൾ പറഞ്ഞു എന്താണ്, മൈനസ് ആർ ക്യാപ്പാണ്. അപ്പോൾ എന്ത് വരും, മൊത്തം ഒമേഗ ആർ തീറ്റ ഡോട്ട് മൈനസ് ആർ ക്യാപ്പ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഒമേഗ ആർ തീറ്റ ഡോട്ട് ആർ ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഒമേഗ ക്രോസ് വി റൊട്ടേഷനിൽ കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ആർ ഡോട്ട് തീറ്റ ക്യാപ്പ് മൈനസ് ഒമേഗ ആർ തീറ്റ ഡോട്ട് ആർ ക്യാപ്പ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. ഇനി അതേപോലെ ഇതിനകത്ത് ഒമേഗ വി റൊട്ടേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതേപോലെ ഇവിടെ വരുന്ന മറ്റൊരു ക്രോസ് പ്രൊഡക്റ്റാണ് ഒമേഗ ക്രോസ് ആർ. അത് നമ്മൾ കാണുകയാണ്. ഒമേഗ ക്രോസ് ആർ കാണണം. ആദ്യം നമ്മൾ ഒമേഗ ക്രോസ് ആർ ചെയ്യാണ്. ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ കെ ക്യാപ്പ് ക്രോസ് ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ കെ ക്യാപ്പ് ക്രോസ് ആർ എന്ന് പറയുന്നത് ആർ ക്യാപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഈ ഒമേഗ കെ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് ചെയ്യാണ്. അപ്പോൾ ഒമേഗ ആർ എന്ന് വരും. കെ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് എത്രയാണ്, കെ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര വരും, ഒമേഗ ആർ തീറ്റ ക്യാപ്പ് എന്ന് വരും. ഈ ഒമേഗ കെ ക്യാപ്പ് ക്രോസ് ഒമേഗ ആർ തീറ്റ ക്യാപ്പ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഒമേഗ ഇൻറ്റു ഒമേഗ ആർ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആർ ആണ് വരിക. ഈ ഡയറക്ഷൻ നോക്കണം, കെ ക്യാപ്പ് ക്രോസ് തീറ്റ ക്യാപ്പാണ്, കെ ക്യാപ്പ് ക്രോസ് തീറ്റ ക്യാപ്പ് മൈനസ് ആർ ക്യാപ്പാണ് അല്ലേ. അപ്പോൾ മൊത്തം എന്ത് വരും, മൈനസ് ഒമേഗ സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് വരും അല്ലേ. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കും. ഒമേഗ ക്രോസ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ക്രോസ് ആർ ക്യാപ്പ്, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയോ, ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഒമേഗ ക്രോസ് വി റൊട്ടേഷൻ്റെ സ്ഥാനത്ത് നമ്മൾ മൈനസ് ഒമേഗ ആർ ഡോട്ട് തീറ്റ ക്യാപ്പ് മൈനസ് ഒമേഗ ആർ തീറ്റ ഡോട്ട് ആർ ക്യാപ്പും, അതേപോലെ ഒമേഗ ക്രോസ് ആറിൻ്റെ സ്ഥാനത്ത് മൈനസ് ഒമേഗ സ്ക്വയർ ആർ ക്യാപ്പും കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്പാരൻറ്റ് ഫോഴ്സ് ഓൺ ദ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ് എങ്ങനെയായിട്ട് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി ആർ ക്യാപ്പിന് മാറ്റമൊന്നുമില്ല, അതായത് ഇതേപോലെ തന്നെ എഴുതി. പിന്നെ വരുന്നത് മൈനസ് 2m അല്ലേ, മൈനസ് 2m ഇത് ഒമേഗ ക്രോസ് വി റൊട്ടേഷനിൽ നിന്ന് വരും മൈനസ് 2m ഒമേഗ ആർ ഡോട്ട് തീറ്റ ക്യാപ്പ് മൈനസ് ഒമേഗ ആർ തീറ്റ ഡോട്ട് ആർ ക്യാപ്പ് എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ടേം നമ്മൾ പരിഗണിക്കുമ്പോൾ മൈനസ് 2m ഒമേഗ ആർ ഡോട്ട് തീറ്റ ക്യാപ്പ് എന്ന് വന്നു. പിന്നെ മൈനസ് 2m ഇൻറ്റു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് എന്താവും, പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 2m ഒമേഗ ആർ തീറ്റ ഡോട്ട് ആർ ക്യാപ്പ് എന്ന് വരും അല്ലേ. പ്ലസ് 2m ഒമേഗ ആർ തീറ്റ ഡോട്ട് ആർ ക്യാപ്പ് എന്ന് വന്നു. പിന്നെ അടുത്തത് മൈനസ് എം ഒമേഗ ക്രോസ് ആർ എത്രയാണ്, മൈനസ് ഒമേഗ സ്ക്വയർ ആർ ക്യാപ്പാണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി, പ്ലസ് ആയി. അപ്പോൾ പ്ലസ് എം ഒമേഗ സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് വരും. ഓക്കെ, പ്ലസ് എം ഒമേഗ സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് വരും. അപ്പോൾ നോക്കുക, ഇവിടെ അപ്പാരൻറ്റ് ഫോഴ്സ് ഓൺ ദ ഫ്രീ ഫാളിംഗ് ഒബ്ജക്റ്റിൽ നോക്കുക, ആർ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിന് ലോങ് ആയിട്ടുള്ള കമ്പോണൻസും ഉണ്ട്, അതേപോലെ തീറ്റ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിന് ലോങ് ആയിട്ടുള്ള കമ്പോണൻറ്റും ഉണ്ട്. ആർ ക്യാപ്പിന് ലോങ് ആയിട്ടുള്ള കമ്പോണൻസിനെ നമുക്ക് റേഡിയൽ കമ്പോണൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫോഴ്സ് ശരിക്കും രണ്ട് പാർട്ട് വരുന്നുണ്ട്, ഒരു റേഡിയൽ പാർട്ടും ഉണ്ട്, ഒരു ടാൻജൻഷ്യൽ പാർട്ടും ഉണ്ട്. തീറ്റ ക്യാപ്പിന് ലോങ് ആയിട്ടുള്ള പാർട്ട്, അതായത് ഈ ഒരു സംഭവം ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ആണ്, മൈനസ് 2m ഒമേഗ ആർ ഡോട്ട് തീറ്റ ക്യാപ്പ്, അതാണല്ലോ തീറ്റ ക്യാപ്പിന് ലോങ് ആയിട്ടുള്ളത്. അത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ദ അപ്പാരൻറ്റ് ഫോഴ്സ് ഓൺ ദ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ് ആണ്.
ആർ ക്യാപ്പ് ഇവിടെ 3 ടേംസ് വരുന്നുണ്ട് അല്ലേ, അതിൻ്റെ ആ ഒരു കോമ്പിനേഷനെ നമ്മൾ റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹിയർ റേഡിയൽ ഫോഴ്സ് നമുക്ക് എഫ് ആർ എന്ന് എഴുതാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ എന്തൊക്കെ വരുന്നു, മൈനസ് എം ജി പ്ലസ് 2m ഒമേഗ ആർ തീറ്റ ഡോട്ട് പ്ലസ് എം ഒമേഗ സ്ക്വയർ ആർ. ഇതാണ് റേഡിയൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ് ഇൻ റൊട്ടേറ്റിംഗ് എർത്ത് അല്ലേ. ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് ഈ തീറ്റ ക്യാപ്പിന് അലോങ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് അതെന്താ വരുന്നത്, ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -2m ഒമേഗ ആർ ഡോട്ട് തീറ്റ ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, ഇനി റേഡിയൽ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ കാണുകയാണ്. റേഡിയൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അതിനകത്ത് ആക്സിലറേഷൻ വരുന്നത് ആർ ഡബിൾ ഡോട്ട് അതുപോലെ തന്നെ മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്നാണ് റേഡിയൽ ആക്സിലറേഷൻ വരിക. ഓക്കെ, റേഡിയൽ ആക്സിലറേഷൻ എന്താ വരിക നമുക്ക്, ആർ ഡബിൾ ഡോട്ട് മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ മാസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ആ റേഡിയൽ ആക്സിലറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റേഡിയൽ ഫോഴ്സ് കിട്ടും അല്ലേ. അപ്പോൾ എന്ത് വരും, എം ആർ ഡബിൾ ഡോട്ട് മൈനസ് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ, ഇതാണ് റേഡിയൽ ഫോഴ്സ് വരിക. അപ്പോൾ അത് നമുക്ക് വേറെ രീതിയിൽ നമ്മൾ കണ്ടതാണ്, മൈനസ് എം ജി പ്ലസ് 2m ഒമേഗ ആർ തീറ്റ ഡോട്ട് പ്ലസ് എം ഒമേഗ സ്ക്വയർ ആർ. അപ്പോൾ അത് രണ്ടും നമുക്ക് LHS ആർ എച്ച് എസ് ആയിട്ടും എഴുതാം. അത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. റേഡിയൽ ഫോഴ്സ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ആർ ഡബിൾ ഡോട്ട് മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്നുള്ള റേഡിയൽ ആക്സിലറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ MA അനുസരിച്ചിട്ട് ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ നമ്മൾ എഴുതിയത് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇവിടെ നോക്കുക, തീറ്റ ഡോട്ട് എന്ന് പറയുന്ന സാധനം ഈ ഒമേഗയേക്കാൾ വളരെ സ്മോൾ ആണ്. ഹിയർ തീറ്റ ഡോട്ട് ഈസ് വെരി മച്ച് ലെസ് ദാൻ ഒമേഗ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് 2 ടേംസ് ഇവിടെ നമുക്ക് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ അതുപോലെ തന്നെ 2m ഒമേഗ ആർ തീറ്റ ഡോട്ട്, ഈ 2 ടേംസും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. തീറ്റ ഡോട്ട് വളരെ സ്മോൾ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും നോക്ക്, ഇവിടെ എം ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു മൈനസ് എം ജി പ്ലസ് എം ഒമേഗ സ്ക്വയർ ആർ എന്ന് വരും അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ തീറ്റ ഡോട്ട് വരുന്ന 2 ടേമും നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, എം ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു മൈനസ് എം ജി പ്ലസ് എം ഒമേഗ സ്ക്വയർ ആർ. ഓക്കെ, എം 2 സൈഡിലുണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു മൈനസ് ജി പ്ലസ് ഒമേഗ സ്ക്വയർ ആർ എന്ന് കിട്ടി. ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും, സെൻറ്റർ ഓഫ് ദ എർത്ത് മുതൽ ഈ ഫാൾ ചെയ്യുന്ന ഒബ്ജക്റ്റ് പുറപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് വരെയുള്ള ആ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് ആർ ഇ പ്ലസ് എച്ച് ആണ്. എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് എച്ച് ആണെങ്കിൽ എച്ച് പ്ലസ് ആർ ഇ ആണ് ആർ. ആർ എന്ന് പറയുന്നത് എച്ച് പ്ലസ് ആർ ഇ ആണ്. ഓക്കെ, പക്ഷേ ഈ എച്ച് എന്ന് പറയുന്നത് ആർ ഇയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, ഇത് നമ്മൾ വരച്ചിരിക്കുമ്പോൾ എച്ച് ആണ് കൂടുതൽ, പക്ഷേ റേഡിയസ് ഓഫ് ദ എർത്തിനേക്കാളും ഈ എച്ച് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എച്ച് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പോൾ ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് വരും, ആർ ഇ റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് വരും അല്ലേ. അപ്പോൾ ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ഇ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു എന്ത് വരും, മൈനസ് ജി പ്ലസ് ഒമേഗ സ്ക്വയർ ആർ ഇ, റേഡിയസ് ഓഫ് ദ എർത്ത് ആണ് ആർ ഇ. ഓക്കെ, ഇനി ഈ 2 സൈഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആർ ഡബിൾ ഡോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ഡോട്ടാണ് കിട്ടുക അല്ലേ. ആർ ഡബിൾ ഡോട്ട് എന്ന് പറയുമ്പോൾ ഒരു അർത്ഥത്തിൽ ആക്സിലറേഷൻ ആണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ആർ ഡോട്ട് കിട്ടും. ഇവിടെ ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ സ്ക്വയർ ആർ ഇ. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ മൈനസ് ജി ടി എന്ന് കിട്ടും. ആർ ഡോട്ട് ഈക്വൽ ടു മൈനസ് ജി ടി എന്നാണ് നമുക്ക് കിട്ടുക. ഇത് ഒരു ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് ഒഴിവാക്കി കളയാം. ഇവിടെ ഇതിനെ മാത്രമാണ് വരിക അല്ലേ. അപ്പോൾ ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു മൈനസ് ജി ടി എന്ന് കിട്ടും. എഗെയിൻ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആർ ഡോട്ട് മാറിയിട്ട് ആർ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 എന്ന് വരും, പ്ലസ് സി കൂടി വരും, മൈനസ് ജി ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി ആർ. ഇനി ഇവിടെ നോക്കുക, ടി is equal to 0 സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അവിടെ പിന്നെ ആർ എന്ന് പറയുന്ന ആ സമയത്തുള്ള ആ ഒരു ഡിസ്റ്റൻസ് അതിന് നമുക്ക് R0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ദ എർത്തിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് R0 എന്ന് കൊടുക്കാം. അപ്പോൾ അറ്റ് ടി is equal to 0 R is equal to R0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ R0 is equal to മൈനസ് ജി ഇൻറ്റു 0 ഇത് പോയി R0 is equal to C എന്ന് കിട്ടും, മറ്റേ ടി is equal to 0 അല്ലേ. അപ്പോൾ നമുക്ക് സിയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, R0 എന്ന് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ എന്ത് വരും, R is equal to മൈനസ് ജി ടി സ്ക്വയർ ബൈ 2 പ്ലസ് R0 എന്ന് എഴുതാം. R0 നമുക്ക് ഈ R നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ R0 മൈനസ് ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. R0 മൈനസ് ആർ എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് അതായത് റീച്ച് ചെയ്യുന്ന ഒരു പോയിന്റും പുറപ്പെടുന്ന ആ പോയിന്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണെന്നും പറയാം. അപ്പോൾ അത്രയും കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം ടി എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കാം.
Okay, time required to cover the entire distance to reach the earth r0 minus r is equal to h can be taken as capital T. അപ്പോൾ ഈ സ്മോൾ ടിയുടെ സ്ഥാനത്ത് നമുക്ക് ക്യാപിറ്റൽ ടി എന്നും r0 മൈനസ് ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് എച്ചും കൊടുക്കാം. അപ്പോൾ എച്ച് is equal to എന്ത് വരും, ജി ടി സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലേ. അപ്പോൾ അതിന് ടി സ്ക്വയർ is equal to ടി സ്ക്വയർ ഇവിടെ നിർത്തി 2h ബൈ ജി എന്ന് വരും. ടി is equal to സ്ക്വയർ റൂട്ട് ഓഫ് 2h ബൈ ജി എന്ന് വരും. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ അപ്പാരന്റ് ഫോഴ്സ് ഓൺ ദ എർത്ത് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ റേഡിയൽ ഫോഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ടി കിട്ടിയത്. ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ടിലേക്ക് ഒബ്ജക്റ്റ് വീണെത്താൻ എടുക്കുന്ന സമയമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. റൂട്ട് 2h ബൈ ജി. എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഹൈറ്റ് ഫ്രം വേർ ഇറ്റ് ഈസ് ഫോൾ. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഇനി അതിനകത്ത് ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ കമ്പോണൻറ്റ്? -2m ഒമേഗ ആർ ഡോട്ട് ആയിരുന്നു. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ആർ ഡോട്ട് തീറ്റ ഡോട്ടാണ്. ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ആർ ഡോട്ട് തീറ്റ ഡോട്ടാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് എം എ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് എം ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2m ആർ ഡോട്ട് തീറ്റ ഡോട്ട് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2m ഒമേഗ ആർ ഡോട്ട് എന്ന് വരും അല്ലേ. ഇവിടെയും നമുക്ക് തീറ്റ ഡോട്ട് വരുന്ന ഈ ടേം 2m ആർ ഡോട്ട് തീറ്റ ഡോട്ട് ക്യാൻ ബി നെഗ്ലക്റ്റഡ് ബിക്കോസ് തീറ്റ ഡോട്ട് വെരി മച്ച് ലെസ് ദാൻ ഒമേഗ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കി ഇവിടെ ഉണ്ടാവുക എം ആർ തീറ്റ ഡബിൾ ഡോട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -2m ഒമേഗ ആർ ഡോട്ട്. തീറ്റ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. തീറ്റ ഡബിൾ ഡോട്ട് കാണുമ്പോൾ ആറ് നമ്മൾ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ ആർ ആവും. അപ്പോൾ തീറ്റ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു -2 ഒമേഗ ആർ ഡോട്ട് ബൈ ആർ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ആർ ഡോട്ട് എന്ന് പറയുന്നത് ജി ടി ആണ് നമ്മൾ പറഞ്ഞതാ. അപ്പോൾ ഈ ആർ ഡോട്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് -GT കൊടുത്താൽ -2m ഒമേഗ ഇൻറ്റു -GT മൈനസ് പ്ലസ് ആവും. 2 ഒമേഗ GT ബൈ ആർ എന്ന് നമുക്ക് കിട്ടും അല്ലേ. തീറ്റ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു -2 ഒമേഗ ബൈ ആർ ഇൻറ്റു -GT മൈനസ് പോയി 2 ഒമേഗ GT ബൈ ആർ എന്ന് കിട്ടും. ദാറ്റ് ഇസ് തീറ്റ ഡബിൾ ഡോട്ട്. ഇനി ഇതിനെയും നമ്മൾ എന്ത് ചെയ്യാം, തീറ്റ ഡബിൾ ഡോട്ട് എന്ന് പറയുമ്പോൾ ഡി തീറ്റ ഡോട്ട് ബൈ ഡി ടി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഒമേഗ GT ബൈ ആർ എന്ന് എഴുതാം. ഡി ടി അങ്ങോട്ട് കൊണ്ടുപോയി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു അല്ലേ. ഡി തീറ്റ ഡോട്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് തീറ്റ ഡോട്ടാണ് കിട്ടുക. 2 ഒമേഗ ജി ബൈ ആർ ഇൻറ്റു എന്ത് വരും, ടി ഡി ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ ബൈ 2 കിട്ടും. ഈ ബൈ 2 ഈ 2 കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവും, ഒമേഗ GT സ്ക്വയർ ബൈ ആർ ആണ് ഉണ്ടാവുക ആർ എച്ച് എസിൽ അല്ലേ. ഇനി അഗെയിൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ തീറ്റ ഡോട്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഒമേഗ ജി ബൈ ആർ അതേപോലെ തന്നെ എഴുതി ടി സ്ക്വയറിനെ ടി ക്യൂബ് ബൈ 3 കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഒമേഗ GT ക്യൂബ് ബൈ 3r എന്ന് കിട്ടും. ഇവിടെയും ആർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ എർത്ത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ഇ കൊടുക്കാം. അപ്പോൾ നമുക്ക് തീറ്റ ഈക്വൽ ടു ഒമേഗ ജി ടി ക്യൂബ് ബൈ 3re എന്ന് കൊടുക്കാം അല്ലേ. ഇനി ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന സമയം ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ അല്ലെ. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഡ്യൂറിങ് ദിസ് ഫാളിംഗ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഫാൾ ചെയ്തിട്ട് ഗ്രൗണ്ടിൽ എത്തുന്ന സമയത്ത് ഇതിനുണ്ടാവുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ് വരിക എന്നറിയോ, RE തീറ്റയാണ് വരിക. ഓക്കെ, RE തീറ്റയാണ് വരിക. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണ് ശരിക്കും ഇവിടെ തീറ്റ വരുന്നത്. RE റേഡിയസ് ഓഫ് ദ എർത്ത്. RE തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് ഫാളിംഗ് ഒബ്ജക്റ്റ് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്ക് RE തീറ്റ പറയുമ്പോൾ RE തീറ്റ അത് ഇങ്ങോട്ട് കൊണ്ട് ഇതാ ഇവിടെ നോക്കുക. RE തീറ്റ ഈക്വൽ ടു ഒമേഗ ജി ടി ക്യൂബ് ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ ടി ആണ് അല്ലേ താഴത്തേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഒമേഗ ജി ടി ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ RE തീറ്റ ഈക്വൽ ടു ഒമേഗ ജി ടി ക്യൂബ് ബൈ 3 എന്ന് കിട്ടുന്നു. ഇനി ഈ ടിയുടെ സ്ഥാനത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. റൂട്ട് 2h ബൈ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ആ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ y ഈക്വൽ ടു ഒമേഗ ജി ബൈ 3 ഇൻറ്റു റൂട്ട് 2h ബൈ ജി ഹോൾ ക്യൂബ്. ഇവിടെ നമുക്ക് റൂട്ട് 2h ബൈ ജി പറയുമ്പോൾ 2h ബൈ ജി റൈസ് ടു 1/2 ആണ്. ഹോൾ ക്യൂബും കൂടി വന്നു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 3 എന്താവും, 3/2 ആവും പവർ അല്ലേ. അപ്പോൾ y ഈക്വൽ ടു ഒമേഗ ജി ബൈ 3 ഇൻറ്റു 2h ബൈ ജി റൈസ് ടു 3/2. ഇതാണ് നമുക്ക് h ഹൈറ്റിൽ നിന്ന് വീഴുന്ന ഒരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ ഗ്രൗണ്ടിൽ എത്തുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒമേഗ ജി ബൈ 3 ഇൻറ്റു 2h ബൈ ജി റൈസ് ടു 3/2 ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, h ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എർത്തിലേക്ക് വീഴുന്നു. അപ്പോൾ അതിന് ഈസ്റ്റേൺ ഡയറക്ഷനിൽ കൊറിയോളിസ് ഫോഴ്സ് കാരണം ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു. ആ ഡിഫ്ലക്ഷൻ എത്രയാണ് വരുന്നത് നോക്ക്, ഒമേഗ ജി ബൈ 3 ഇൻറ്റു 2h ബൈ ജി ഹോൾ റൈസ് ടു 3/2.
ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ആണ്. അത് 7.3 × 10⁻⁵ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ജി നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s² ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് വീഴുന്ന ആ ഒരു ഹൈറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ എത്രയാണ് അതിന് ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈസ്റ്റേൺ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 50 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഒബ്ജക്റ്റ് വീഴുന്നതെന്ന് കരുതുക. 50 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഒബ്ജക്റ്റ് വീഴുന്നത് എന്ന് കരുതുക. നമുക്ക് ഒമേഗയുടെ സ്ഥാനത്ത് 7.3 × 10⁻⁵ ജിയുടെ സ്ഥാനത്ത് 9.8 m/s², അതുപോലെ എച്ചിൻ്റെ സ്ഥാനത്ത് 50 മീറ്ററും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ 77 സെൻറ്റിമീറ്റർ ആണ്, അഥവാ 0.77 മീറ്റർ ആണ്. ആ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് 77 സെൻറ്റിമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടായിരിക്കും ഒബ്ജക്റ്റ് എർത്തിൽ ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.